ബ്രോ ട്രാവൽ റെഡി അല്ലേ? എവിടെയാണ്? ബുർജുൽ അറബ്, അലക്സാൻഡ്രിയ. പുതിയ രാജ്യം, പുതിയ സ്റ്റാർട്ട്, പുതിയ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് പോണത് ഈജിപ്തിലേക്കാണ്. ഒരുപാട് വർഷങ്ങളിലേക്ക് ഞാൻ ഒരുപാട് കാലമായി ഒരു യാത്ര പ്ലാൻ ചെയ്യുന്ന സമയത്ത് സ്ഥലം നോക്കുമ്പോൾ ഈജിപ്ത് എന്ന് പറയും, പിന്നെ അത് അവസാനം തട്ടിത്തെറിഞ്ഞ് വേറെ എവിടെയെങ്കിലേക്ക് എത്തും. അപ്പം തവണ ഈജിപ്തിലേക്കാണ് പോണത്. നമ്മൾ പോകുന്ന വിസയറിൽ അബുദാബിയിൽ കഴിഞ്ഞ ആഴ്ച നമ്മൾ വന്ന അതേ ലോഞ്ചിൽ അതേ സീറ്റിലുണ്ട്. അപ്പോൾ നമ്മുടെ ഫ്ലൈറ്റ് 6 o'clock വിസയർ. പിന്നെ ഓൺലൈൻ ചെക്ക് ഇൻ ചെയ്യാൻ പറ്റിയില്ല. നിങ്ങൾക്ക് ഓൺലൈൻ ചെക്ക് ഇൻ ചെയ്യാൻ പറ്റാത്ത ആ സ്ക്രീൻഷോട്ട് ഉണ്ടല്ലോ, അത് തെളിവായിട്ട് എടുത്തിരുന്നു. അപ്പോൾ അത് കാരണം അത് കാണിച്ചു കൊടുത്തു. അത് കാണിച്ചു കൊടുക്കാൻ വേണ്ടി നിൽക്കുന്ന സമയത്താണ് അവരൊന്നും ഉണ്ടാകാതെ ഞങ്ങൾക്ക് സീറ്റ് അടിച്ചു തന്നു, ബോർഡിംഗ് പാസും കയ്യിൽ തന്നു. മുർഷി ഞങ്ങൾക്ക് ഇന്ന് നിൽക്കാനുള്ള റൂം നോക്കുകയാണ്. അപ്പോൾ അലക്സാൻഡ്രിയ എന്നുള്ള സ്ഥലത്ത് ഞങ്ങൾ റൂം നോക്കുന്ന സമയത്ത് എയർപോർട്ടിൽ നിന്ന് ഒരു 50-55 കിലോമീറ്റർ അപ്പുറത്തുള്ള റൂമാണ് നോക്കുന്നത്. പിന്നെ എങ്ങനെ എയർപോർട്ടിൽ നിന്ന് അവിടെ വരെ ടാക്സി എത്തും, ഒരുപാട് സ്കാമൊക്കെ ഉണ്ട് എന്ന് കേട്ടിട്ടുണ്ട്. അപ്പോൾ ടാക്സി ചെയ്തെടുക്കും എന്നുള്ള കാര്യം അന്വേഷിക്കണം. അപ്പോൾ ഇവിടെ ആരെങ്കിലും ഈജിപ്തിൽ നിന്നുള്ള ആരെങ്കിലും ലോഞ്ചിലുണ്ടെന്നുണ്ടെങ്കിൽ അവരോട് കാര്യങ്ങൾ ചോദിക്കണമെന്നുണ്ട്. അപ്പം എന്തായാലും അതിൽ അപ്ഡേറ്റ് ചെയ്യും. വെൽക്കം ടു എ ന്യൂ വേൾഡ്, ന്യൂ കൺട്രി. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഓൺലൈൻ ചെക്കിങ് ചെയ്യാൻ പറ്റാത്തത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ ഓൾറെഡി ഓൺലൈൻ ചെക്കിങ്ങിൻ്റെ ഓപ്ഷൻ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് സത്യം. അപ്പോൾ പാക്കേജ് എടുത്തിട്ടുണ്ടായിരുന്നു. സിം എടുക്കണം. സിം എടുത്തിട്ട് ചെറിയ എക്സ്ചേഞ്ച് ഡോളർ ചെറുത് ഇതൊക്കെ നമുക്ക് ആ എയർപോർട്ടിലെത്തി എയർപോർട്ടിൽ ചെയ്യാം. ബാക്കി നമുക്ക് എന്ത് ചെയ്യാം അവിടെ നോക്കാം. 4 മണിക്കൂർ യാത്രയുള്ളത്. ഫ്ലൈറ്റ് ഏകദേശം അല്ലേ ഫുള്ളാണ്. ഒരു സീറ്റ് പോലും ബാക്കിയില്ല. പിന്നെ സമയം ആ ലോഞ്ചിൽ കുറച്ചുകൂടി ഇരിക്കാൻ കേട്ടോ. നമുക്കറിയാലോ, ഈജിപ്തിലേക്കുള്ള ഒരു ബജറ്റ് എയർലൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനർത്ഥം ആ ഒരു എയർലൈൻ ഫുള്ളാവും തന്നെയാണ്. അപ്പോൾ എൻ്റെ തൊട്ടടുത്തുള്ള ആൾ താഹ എന്ന അദ്ദേഹത്തിൻ്റെ പേര്, അദ്ദേഹത്തിന് ഞാൻ പരിചയപ്പെട്ടു. അപ്പോൾ ഇദ്ദേഹമാണ് എനിക്ക് ആ ഒരു യൂബറിൻ്റെ ഡീറ്റെയിൽസൊക്കെ തന്നത്. അപ്പോൾ ഇത് ഒരു ഫോം തരും. നമ്മളെ ഡീറ്റെയിൽസൊക്കെ ഫില്ല് ചെയ്തിട്ട് നമ്മൾ അറൈവൽ കൺട്രി ഏതാണോ ഒക്കെ ഫില്ല് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഈ ഒരു സാധനം നമ്മളെ കയ്യിൽ വെക്കണം അവിടുത്തെ ഇമിഗ്രേഷനിൽ കൊടുക്കാൻ. അങ്ങനെ ഏകദേശം 4 മണിക്കൂർ യാത്ര കഴിഞ്ഞതാണ് നമ്മളിതാ ഈജിപ്തിൽ അലക്സാൻഡ്രിയ ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ ലാൻഡ് ചെയ്തു. ഇനി നമുക്ക് ബാക്കിയുള്ള പ്രൊസീജിയറൊക്കെ നോക്കാം. അങ്ങനെ ഏകദേശം 4 hour, അതായത് നമ്മുടെ UAEയും ഈജിപ്തും തമ്മിൽ 1 മണിക്കൂറിന് ഈജിപ്ത് ബാക്കിലാണ്. ഇവിടെ ഇപ്പോൾ UAEയിൽ 10:30, ഇവിടെ ഇപ്പോൾ 9:30 ഇത് എനിക്കൊരു ഫ്രണ്ടിനെ കിട്ടിയാണ്. ഹിസ് നെയിം ഈസ് താഹ, ഈജിപ്ഷ്യനാണ്. പുള്ളി അജ്മാലിൽ വർക്ക് ചെയ്യാണ്. സോ പുള്ളി വെക്കേഷൻ വന്നാണ്. സോ ഐ ഗോട്ട് സോ മെനി ഡീറ്റെയിൽസ് ഫ്രം ഹിം. കാരണം നമ്മൾ ഒറ്റയ്ക്ക് ഒരു സ്ഥലത്തേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നമ്മളെപ്പോഴും I'm just telling how I met you and what I'm asking you before the doubts. നമ്മൾ ലാൻഡ് ചെയ്തിട്ട് ഏകദേശം 1 മണിക്കൂറായി. ഇത്രയും സമയമായിട്ടും ഞങ്ങളവിടെ പിടിച്ചു വെച്ചിരിക്കണം. എൻ്റെ ഇത് റിലീസായി. എന്നോട് ചോദിച്ചു എവിടെ ജോലി ചെയ്യണത്, സ്ഥിരം പല്ലവി എന്നെ ചോദിച്ചു. എന്നോട് ഞാൻ പറഞ്ഞു ദുബായിൽ എമിറേറ്റ്സ് സൈഡ് കാണിച്ചു കൊടുത്തു. മുർഷിനെ അവിടെ പിടിച്ചു വെച്ചിരിക്കുകയാണ്. എന്താ കാര്യം ചോദിച്ചിട്ടൊന്നും പറയില്ല. വെയിറ്റ് എന്ന് പറയാം. ഒരിക്കൽ റിട്ടേൺ ടിക്കറ്റ് കാണണം, ഒരിക്കൽ അത് കാണണം. സത്യം പറയാലോ ഭയങ്കര വെറുപ്പിക്കലാട്ടോ. നമ്മളൊരു ഇന്ത്യൻ നാഷണൽ എന്നുള്ളൊരിത് വെച്ചിട്ട് ഇതിങ്ങനെ കാണുമ്പോഴല്ലോ ശരിക്കും തല തെരിച്ച് കയറുന്നുണ്ട്. അത്രയും ദേഷ്യം വരുന്നുണ്ട്. പക്ഷെ ഒന്നും ചെയ്യാനില്ല. ഇപ്പം ഞാൻ ഇപ്പോൾ അതാ ലഗേജിൻ്റെ അവിടെ ഉണ്ട്, മുർഷിനെ വെയിറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇതൊക്കെ നമ്മളിവിടെ ടൂറിസ്റ്റായിട്ട് വന്ന് പിന്നെ എന്താണ് വിഷയം, എന്താണ് ഇവിടെ നമ്മളിവിടെ എന്താ ചെയ്യാൻ പോണത്? ഒരാഴ്ച കഴിഞ്ഞ് 2 ദിവസം ബുക്കിംഗ് ചെയ്തിട്ടുള്ളൂ, ഹോട്ടൽ ബുക്കിംഗ്. എന്താ 2 ദിവസം ഞാൻ ബുക്കിംഗ് 5 മിനിറ്റിൻ്റെ കേസുള്ളൂ. അടുത്ത റിട്ടേൺ ടിക്കറ്റ് കാണിച്ചു കൊടുത്തു. ടൂറിസ്റ്റായിട്ട് വന്നതാണ്. ഇറ്റ്സ് പത്തറ്റിക്. അങ്ങനെ ഇപ്പോൾ ഉള്ളത് ഇവിടുത്തെ ഇത്തിസലാത്ത് കൗണ്ടറുണ്ട്. ഇത്തിസലാത്ത് കൗണ്ടറിൻ്റെ അടുത്ത് ഞാനൊരു സിം എടുക്കാൻ നിൽക്കുകയാണ്. 11 GB ഡാറ്റ. ഇതിൻ്റെ ഒരു പ്രൈസ് ഞാൻ ജസ്റ്റ് പറഞ്ഞുതരാം. 6 GB ഡാറ്റയ്ക്ക് 154 ഈജിപ്ഷ്യൻ പൗണ്ടാണ്. അതേപോലെ തന്നെ 11 GB ഡാറ്റ എടുത്ത് 188 ഈജിപ്ഷ്യൻ പൗണ്ടാണ്. അപ്പോൾ ജസ്റ്റ് സിം കാർഡ് ആക്ടിവേറ്റ് ചെയ്യുക. അങ്ങനെ ഏകദേശം ഒരു 1-2 മണിക്കൂറിൻ്റെ ഉദ്യോഗജനകമായ സമയത്തിന് ശേഷം മുർഷിദ പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്. കഴിഞ്ഞു. അവർ വെൽക്കം ടു ഈജിപ്ത് എന്നുള്ളൊരു വാക്ക് അവനോട് പറഞ്ഞു 2 മണിക്കൂറിന് ശേഷം. അപ്പം മുർഷി എത്തിയിട്ട് നമുക്ക് ചോദിച്ചു നോക്കാം. ഇന്ത്യ, പാകിസ്ഥാൻ, സിറിയ എന്ന രാജ്യങ്ങൾക്ക് വരുന്ന ആൾക്കാർ $10 ഇവിടെ കൊടുക്കണമെന്ന്. എന്തിനാ ചോദിച്ചപ്പം മറുപടി ഇല്ല. പണക്കാർക്ക് ആവശ്യമില്ല. അതുകൊണ്ട് അതൊരു സ്കാമാണ്, ഉറപ്പാണ്. എന്തോ സ്കാമാണത്. ഒരു എന്തായി
അല്ലിപ്പൊളി പരിപാടി കേട്ടോ. സെക്യൂരിറ്റി റീസൺ ഉണ്ടെങ്കിൽ ഓക്കെ മനസ്സിലാക്കാം നമുക്ക്. ഓക്കെ, നമുക്ക് അതിന് സപ്പോർട്ട് തന്നെയാണ്. ഓരോ രാജ്യത്തിൻ്റെ സെക്യൂരിറ്റിക്ക് നമുക്ക് ബഹുമാനിക്കുന്നുണ്ട്. ഓക്കെ. പക്ഷേ $10 മേടിച്ചാൽ തീരാവുന്ന ഒരു സെക്യൂരിറ്റി പ്രോബ്ലം എന്നുള്ളത് ഞാൻ അറിയില്ല. അതായത് ആ കാണുന്ന ഡ്യൂട്ടി ഫ്രീ ഉണ്ടല്ലോ, അവിടുന്ന് എന്ത് സാധനം മേടിച്ചാലും $15 എന്നൊരു പറയും. അത് കഴിഞ്ഞിട്ട് ഇത് അവിടുന്ന് എന്ത് ചെയ്യാണ്, ആ ഡ്യൂട്ടി ഫ്രീ $15 വെച്ച് സാധനം മേടിക്കും, $12 ടാക്സ് ഉണ്ട്. വെറുതെ അറബിയിൽ എഴുതി തരും ടാക്സിൻ്റെ ബില്ല്. നമുക്ക് ടാക്സിൻ്റെ ബില്ല് വേണമെന്ന് തരില്ല. ഞാൻ ഇപ്പോൾ ചോദിച്ചാൽ പോലും പറഞ്ഞു ശരിക്കും ആ പെണ്ണില്ലേ സിം എടുത്തന്നെ അവള് പറയാണ് ടിക്കുക. അതായത് എയർപോർട്ട് മുതൽ $10 മേടിച്ചതിൻ്റെ റെസീപ്റ്റാണ്. ഇതാണ് നാഷണൽ ലോജിസ്റ്റിക്സ് സർവീസ് എന്ന് പറഞ്ഞിട്ടാണ്. നാഷണൽ ലോജിസ്റ്റിക്സ് സർവീസ് എന്ന് പറഞ്ഞിട്ട് ഒരു മിനിറ്റ് ഇവിടെ ചോദിച്ചു കേട്ടോ. And this fatura also, no? You paid 300. Yeah. But also It's tax in your bottle you buy from duty free. No. This is from immigration. They take $20. For what? For India, they told we are coming from India. To coming from India? You paid the £6 over there? Actually, I don't know. You can asking anyone. I want to ask you because yeah. Because this is cheating. What are the full പറ്റിക്കൽ എടുക്കാറോ? ഇത് ചോദിക്കണം. എന്തിനാ വീഡിയോയിൽ രസമുണ്ടല്ലോ പ്രതിമ. ആകെ ഈ എയർപോർട്ടിൽ നല്ല സാധനം ഈ പ്രതിമയുള്ളൂ കേട്ടോ. അങ്ങനെ ആ ഒരു പ്രൊസീജിയർ എല്ലാം കഴിഞ്ഞ് നമ്മൾ പുറത്തേക്ക് ഇറങ്ങി. ആ സമയത്താണ് നമ്മൾ ഡോളർ എക്സ്ചേഞ്ച് ചെയ്തില്ല എന്നുള്ള കാര്യം ഓർത്തത്. അങ്ങനെ മുർഷി വീണ്ടും അകത്തേക്ക് കയറി. അകത്തേക്ക് കയറുന്നൊരു പ്രൊസീജിയർ ചെയ്യുന്നു കേട്ടോ. കാരണം അകത്തേക്ക് കയറുന്ന സമയത്ത് വീണ്ടും സെക്യൂരിറ്റി ചെക്ക് നടത്തിയിട്ടാണ് മുർഷിനകത്തേക്ക് കയറ്റിയത്. അതുകൊണ്ട് നിങ്ങൾ ഇതൊക്കെ കഴിഞ്ഞിട്ട് പുറത്തിറങ്ങി നിങ്ങളെ കൺഫേം ചെയ്യുക. വളരെ കാലിയായിരുന്നു എയർപോർട്ട്. സമയം നമുക്കറിയാലോ, ഏകദേശം 12 മണിയായി. അപ്പോൾ ഈ ഒരു കാലി എയർപോർട്ടിൽ നിന്ന് നമ്മൾ ഇനി ടാക്സി വിളിക്കണം. ഒരുപാട് കാര്യങ്ങളുണ്ട്, നമുക്ക് നോക്കാം. അങ്ങനെ നമ്മൾ അലക്സാണ്ട്രിയ എയർപോർട്ടിൽ വന്ന് ഇറങ്ങി. ഇവിടുന്ന് ഒരുപാട് വളരെ മോശം അനുഭവങ്ങൾ നമുക്കുണ്ടായി. അങ്ങനെ നമ്മൾ പിന്നെ ഇവിടുത്തെ നമ്പർ വെച്ചിട്ട് എന്താണ് യൂബർ ചെയ്തു. മുർഷി ഇപ്പോൾ യൂബറിൽ സീസർ അത് നോക്കിയിട്ട് അടിച്ചാൽ കേട്ടോ. വെയിറ്റ്. അപ്പോൾ നമ്മൾ ഈ നിൽക്കുന്ന എയർപോർട്ടിൻ്റെ ഈ ടെർമിനൽ ഭാഗത്തുനിന്ന് കുറച്ച് മാറിയിട്ടാണ് യൂബറിൻ്റെ പിക്കപ്പ് സ്പോട്ട്. അപ്പോൾ അതുകൊണ്ട് അത് കണ്ടെത്താൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. ഞങ്ങൾ ഏകദേശം കുറേ നേരം അലഞ്ഞു. പക്ഷേ അവിടെ പല ആളുകളും പറഞ്ഞു തരുന്നില്ല. പിന്നെ അങ്ങനെ ടാക്സി ഡ്രൈവർ ഞങ്ങളെ മൊബൈലിലേക്ക് വിളിച്ചു. അപ്പോൾ അദ്ദേഹത്തിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടും കാര്യങ്ങളാണ്ട് ശരിയാവുന്നില്ല. അങ്ങനെ അവസാനം ഒരാൾ ഞങ്ങളെ ഹെൽപ്പ് ചെയ്തു. അപ്പോൾ ഈ ഒരു ഭാഗം നിങ്ങളൊന്ന് കാണുക. അപ്പോൾ ഈ അലക്സാണ്ട്രിയ എയർപോർട്ട് നിങ്ങൾ ഇറങ്ങുകയാണെങ്കിൽ യൂബർ വിളിക്കുകയാണെങ്കിൽ കുറച്ച് മുന്നോട്ട് നടക്കണം. അപ്പോൾ ഇദ്ദേഹം ഞങ്ങളെ ഹെൽപ്പ് ചെയ്തു. ഇദ്ദേഹം എൻ്റെ കയ്യിൽ ഫോൺ വാങ്ങിയിട്ട് ഇദ്ദേഹമായ ഡ്രൈവറായിട്ട് ഞങ്ങളെ ശരിക്കും കണക്ട് ചെയ്തു തന്നു. വളരെ നല്ല രീതിയിൽ ഇദ്ദേഹം ഞങ്ങളെ ഹെൽപ്പ് ചെയ്തു. അപ്പോൾ അത്രയും നേരം നമുക്ക് ഉണ്ടായ ആ ഒരു മോശം അനുഭവങ്ങളിൽ നിന്ന് ഇദ്ദേഹത്തെ കണ്ട് ഇദ്ദേഹത്തെ ഹെൽപ്പ് കിട്ടിയപ്പോൾ ചെറുതായിട്ടൊന്ന് ലൈറ്റായി. നമുക്കറിയാലോ, ഒരു രാജ്യക്കാരെ മൊത്തം നമ്മൾ ഒരു സിംഗിൾ അനുഭവം കൊണ്ട് നമ്മൾ ജഡ്ജ് ചെയ്യരുത്. അപ്പം അവിടെയും നല്ല ആളുകൾ ഉണ്ടാവും എന്നുള്ളതിന് തുല്യമാണ് ആ ഈ ഒരു ഇദ്ദേഹത്തിൻ്റെയൊക്കെ പെരുമാറ്റം. അപ്പോൾ നമ്മൾ ടാക്സിയിൽ കയറണം. ഇനി നമുക്ക് ഏകദേശം 1 മണിക്കൂർ യാത്ര ഉണ്ട് നമ്മളെ സിറ്റിയിലേക്ക്. അപ്പോൾ ടാക്സി കയറി. ഒരു പഴയ വണ്ടിയായിരുന്നു. അപ്പോൾ ഏകദേശം രാത്രിയൊക്കെ ആയി. അപ്പോൾ നമുക്ക് ഈ അലക്സാണ്ട്രിയ നമ്മൾ സിറ്റിക്ക് പോകുന്ന വഴിയിൽ നമുക്ക് ഒരുപാട് ഇൻഡസ്ട്രീസ് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഏകദേശം 1 മണിക്കൂറോളം യാത്രയ്ക്ക് ശേഷം £50 ഞങ്ങൾക്ക് ഏകദേശം വന്നത്. നമ്മൾ അലക്സാണ്ട്രിയ ടൗണിലെത്തി. ഈ സമയത്ത് ടൗൺ ഏകദേശം ഉറങ്ങിയിരുന്നു. പക്ഷേ ഞങ്ങൾ മാനേജ് ചെയ്തു. ഒരു ഷവർമ്മ കിട്ടുന്ന പോലെ മാനേജ് ചെയ്തു. ആ ഷവർമ്മ നോക്കിയിട്ട് വരാം. ഇന്നലെ ഭക്ഷണം കഴിക്കുന്ന വൈബല്ലേ? ഇന്നലെ സൈസ് ജംബോ എന്നൊക്കെ പറഞ്ഞാൽ എന്താ പറഞ്ഞത്? 2 പേർക്ക് ഒരു ഷവർമ്മ. റോഡ് സൈഡിൽ ടേസ്റ്റ് ചെയ്തതാണോ? ആ കടയിൽ തിരക്ക് നോക്കിയാ في الغرفة الثانية في مكيف بس بكرة ما يمشي بكرة إن شاء الله. بكرة إن شاء الله بياتي. اليوم في حد موجود؟ في موجود. بكرة يمشي. أوكي. بكرة خلي سوي تشينج هذا الغرفة. هناك كبيرة. غرفة كبيرة يعني سرير كبير وسرير ثاني فرد. أوكي. باكر إن شاء الله 11 بيروح هناك. خلص. أوكي. بكرة إن شاء الله أكيد تيجي البنت تنظف وتنتقل للناحية الثانية. أوكي. حياك الله. في الله يحييك. في اوريدي فلوس انت تشيلها من كارد حق اليوم خلاص شيل. حق باكر يعني نفس الشيء يعني.
تدفع هنا ولا تديني فلوس؟ ബാച്ചർ ബിയാത്തിക് No. നോ പ്രോബ്ലം അഹം ബിയാത്തിക് ഒരു $10 ഡെപ്പോസിറ്റ് കൊടുക്കാൻ കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മളെ റൂം. ഈ ഒരു കാഴ്ചകൾ നിങ്ങളൊക്കെ കണ്ടു. അപ്പോൾ നാളെ ഇനി നമുക്ക് ഒരുപാട് കാര്യങ്ങളിവിടെ ഉണ്ട്. അപ്പോൾ എയർപോർട്ടിൻ്റെ അനുഭവങ്ങൾ വെച്ചിട്ട് അടുത്തൊരു എപ്പിസോഡ് വെച്ച് നമുക്ക് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.